അടുത്തിരിക്കുന്നവനെ ബന്ധിക്കുന്നത് കൊണ്ട്. ഏതൊന്നും ഒരു ശബ്ദം കേട്ടുകഴിഞ്ഞാൽ നമ്മളതിൻ്റെ പുറകെ പോകും, ഒരാവശ്യവും ഇല്ലാത്തത്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഇതിലൊക്കെ ബന്ധിക്കും. ആക്രമിച്ചത് കീഴടക്കിയാൽ അകത്തെ അത് കീഴടക്കും, അജ്ഞാനത്തിലേക്ക് പതിക്കും. ആ അജ്ഞാനത്തിലിരുന്നു കൊണ്ട് താൻ വിജ്ഞനാണ് എന്ന് ഭാവിക്കും. അവിടെയാണ് ഇത് പറയാനൊക്കെ എളുപ്പമാണ്. അത് കണ്ടാൽ അറിയാം. കാരണം കുറച്ചു കഴിഞ്ഞുള്ള ദുഃഖം. അജ്ഞാനിക്ക് അജ്ഞാനിയുടെ ദുഃഖം അജ്ഞാനികളോട് പങ്കുവെക്കാം. മനസ്സിലായില്ല? മറ്റേയാളിന് അതും പറ്റില്ല. അതുകൊണ്ട് അതിൽ നിന്ന് മോചനം കിട്ടാനും പറ്റൂല. ജ്ഞാനി മുക്തൻ എന്നൊക്കെ മാനിച്ചാൽ, മുക്താഭിമാനിയാണെന്ന് മാനിച്ചാൽ, മുക്തനാകാതെ മുക്താഭിമാനി ആയിക്കഴിഞ്ഞാൽ സഹായവും കിട്ടില്ല പ്രപഞ്ചത്തിൽ. വലിയ വിഷാദം ഉണ്ടാക്കുന്ന ലോകമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടെ കടന്നു പോകാൻ പ്രയാസമാണ്. ഇതിൽ കാലം, ദേശം, വസ്തു ഇവയുടെ സീമയ്ക്ക് ഉള്ളില് അത് നിരന്തരമായ സംഘർഷമാണ്, പരിച്ഛിന്നത. കാല, ദേശ, വസ്തുകൃതമായ പരിച്ഛേദം. കാലകൃതമായ പരിച്ഛേദം, ദേശകൃതമായ പരിച്ഛേദം, വസ്തുകൃതമായ പരിച്ഛേദം, പരിച്ഛിന്നാവസ്ഥ. എപ്രകാരമാണോ ഒരു ഘടം വെള്ളത്തിൽ മുക്കിയിട്ടാൽ ഘടത്തിൻ്റെ ഉള്ളിലെ ജലവും ഘടത്തിന് പുറത്തെ ജലവും ഘടം വേർതിരിക്കുന്നത്, അതുപോലെ അഭിമാനം ഈ ബോധത്തെ വേർതിരിച്ച് സാമാന്യത്തെ വിശേഷമാക്കി കാണിക്കുന്നു. മനസ്സിലായില്ല? ഘടത്തിൻ്റെ സ്വഭാവം ഘടം പൊട്ടുന്നതുവരെയുള്ള നില, ഘടം വേർതിരിച്ചു വച്ചിരിക്കുന്ന അവകാശം, ഇവയുടെ അടിസ്ഥാനത്തിൽ ഒരു ഘടത്തിന് 1 ലിറ്റർ വെള്ളം കൊള്ളാനുള്ള അവകാശമുണ്ടെങ്കിൽ അതിൻ്റെ ശരീരം 1 ലിറ്റർ വെള്ളത്തെയാണ് ഉൾക്കൊള്ളുന്നതെങ്കിൽ അത് ദേശകൃതമായ പരിച്ഛിന്നതയാണ്. എന്നീ ഘടം ഉണ്ടാക്കി അന്നു മുതൽ ഇനി ഇത് പൊട്ടുന്നതുവരെ നിലനിൽക്കുന്നത് കാലകൃതമായ പരിച്ഛിന്നതയാണ്. മനസ്സിലായില്ല? ക്ലിയറായി? ഘടത്തിന്റെ മണ്ണ് ഏതെല്ലാം തരത്തിലുള്ളതാണ്, എന്ത് തരത്തിലുള്ള ഗന്ധം, എന്ത് തരത്തിലുള്ള സ്വാദ് മുതലായവ അതിനുള്ളിലുള്ള വെള്ളത്തിനുണ്ടാക്കും, അത് വസ്തുകൃതമായ പരിച്ഛിന്നതയാണ്. ഇങ്ങനെ 3 പരിച്ഛിന്നതയാണ് ഈ ലോകം എടുത്തു പഠിച്ചാൽ. അതിൽ ആധുനിക ശാസ്ത്രം വസ്തുപരിച്ഛിന്നതയിലാണ് കൂടുതൽ ഊന്നൽ നൽകി പഠിക്കുന്നത്. അതുകൊണ്ടാണ് വസ്തുപരിച്ഛിന്നതയ്ക്ക് കാലം മാറുമ്പോൾ പരിണാമമുണ്ടാകുന്നത് ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്നത്.
സാമാന്യം പഠിക്കാതെ വരുന്നത്. കാലം പഠിക്കുമ്പോൾ ദേശം മാറും, മാറി നിൽക്കും. ദേശം പഠിക്കുമ്പോൾ കാലം മാറി നിൽക്കും. കാലദേശങ്ങളെ പഠിക്കാനൊരുങ്ങുമ്പോൾ വസ്തു മാറി നിൽക്കും. കാലദേശ വസ്തുക്കളെ അതിൻ്റെ പരിണാമത്തെ പഠിക്കാനൊരുങ്ങുമ്പോൾ സമഗ്രമായിക്കഴിഞ്ഞാൽ കാലദേശ വസ്തുക്കളെ ഉല്ലംഘിച്ച് സാമാന്യത്തിലേക്ക് പോകാൻ കഴിയും. ഇങ്ങനെ സപ്രപഞ്ച പരിഗണനയിൽ അങ്ങോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് വൈദികർ സ്വീകരിച്ചത് സപ്രപഞ്ച പരിഗണനയേക്കാളേറെ നിഷ്പ്രപഞ്ച പരിഗണനയാണ്. രണ്ടു പരിഗണനകൾ ഈ പഠനത്തിനുണ്ട്. ഒന്ന് സപ്രപഞ്ച പരിഗണന, ഇതി ഇതി എന്ന് പഠിക്കുക. ശാക്തേയാദി സമ്പ്രദായങ്ങളെല്ലാം ആ വഴിയിലാണ് സഞ്ചരിച്ചത്. വസ്തു ഉണ്ട് എന്ന് സ്വീകരിച്ച് അത് ശക്തിയാണ് എന്നുറച്ച് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചക്കി തുള്ളുന്നതാണ് ഈ പ്രപഞ്ചം. ചക്കി എന്ന് പറഞ്ഞാൽ ശക്തി. അതാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ബ്രഹ്മവും പ്രകൃതിയും തമ്മിലുള്ള ചേർച്ചയാണ് വിഷയവിശിഷ്ടമായ ഈ ലോകം. അതിനെ ആ മായാശക്തിയെ അറിയുവാൻ ശ്രമിച്ചുള്ള യാത്ര ശാക്തേയമാണ്. മനസ്സിലായില്ല? അതിനൊരുപാട് പദ്ധതികളുണ്ട്, അനുഷ്ഠാന പദ്ധതികളൊക്കെ ധാരാളമുണ്ട്. അത് ഒട്ടേറെ ഗ്രന്ഥങ്ങളിൽ, സമയാചാരത്തിൻ്റെയും കൗളാചാരത്തിൻ്റെയും ഒട്ടേറെ ഗ്രന്ഥങ്ങളിൽ വിസ്തൃതമായി വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. ശുഭാഗമ പഞ്ചകം വസിഷ്ഠന്റെ, സനൽകുമാരന്റെ, സനകന്റെ, സനന്ദന്റെ, ശുകന്റെ ഒക്കെയാണ്. അതിലൂടെ പോയി കഴിഞ്ഞാൽ അത് പഠിക്കാം. 64 കലാവിദ്യകൾ ശിവൻ വഞ്ചിക്കാൻ രചിച്ചിട്ടുണ്ട്. അതിലേ പോയാൽ ആ ശക്തിയുടെ വിലാസങ്ങളൊക്കെ പഠിക്കാം. അതിൽ ഒന്ന് മാത്രം എടുത്ത് ഭ്രമിക്കുന്നതാണ് ഇന്ന് കാണുന്ന ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ മുഴുവൻ. ടോട്ടൽ അതിൻ്റെ പ്രത്യേകത സൂക്ഷ്മമായി എത്തുമ്പോഴാണ് ഒരു സത്യമറിയുക. കാലം പഠനവിധേയമാക്കുമ്പോൾ ദേശം മുൻപിലെത്തില്ല. സ്ഥൂലത്തിൽ മാത്രമേ കാലദേശങ്ങൾ ഒന്നിച്ചിരിക്കുന്നതായി കാണൂ. കാലത്തെ അറിയാൻ ശ്രമിച്ചാൽ, രണ്ടക്ഷങ്ങളായ കാലദേശങ്ങളിലെ കാലത്തെ അറിയാൻ ശ്രമിച്ചാൽ ദേശം മറയും. ദേശത്തെ അറിയാൻ ശ്രമിച്ചാൽ കാലം മറയും. കാലദേശങ്ങൾ എന്ന രണ്ടക്ഷമില്ലാതെ വസ്തുബോധമില്ല. ഇതൊക്കെ അതിൻ്റെ നിലയാണ്. അപ്പൊ കാലകൃതവും ദേശകൃതവും വസ്തുകൃതവുമായ പരിച്ഛേദമാണ് അതിൽ നിലവിൽ വന്നത്.
നേരത്തെ ആകട്ടെ ബൃഹത്തായതുകൊണ്ട് ഇത് വ്യാപകമായിരുന്നു. അന്നൊരിക്കലും ഇതിന്റെ അഭാവമുണ്ടായിരുന്നില്ല. എന്നാൽ ഇതമെന്ന് വന്നപ്പോൾ ദേശകൃതമായി, നമ്മൾ പൃഥ്വിയിലായി. ഈ സമയത്ത് നാം സ്വർഗത്തിലില്ല. മനസ്സിലായോ എന്നറിയില്ല. പരിമിതനായി. പരിമിതനായാലേ പോക്കുവരവുകളുള്ളൂ. പോകുന്നതും വരുന്നതും ബൃഹദ്ബോധത്തിൽ തന്നെയാണ്. അതിൻ്റെ സമഗ്രമായ ബോധമായി കിടക്കുന്ന വ്യാപക സത്തയ്ക്കുള്ളിൽ മാത്രമാണ് പോക്കും വരവും ഇരിക്കലും ഉറങ്ങലും നടക്കലുമെല്ലാം. വേറൊരു സ്ഥലത്തില്ല. സീമാതീതമായ ബോധത്തിനുള്ളിലാണ് കാലദേശങ്ങളെയും വസ്തുക്കളെയും വിരചിച്ച് ഇരിക്കുന്നതും നടക്കുന്നതും സഞ്ചരിക്കുന്നതും കിടക്കുന്നതുമെല്ലാം. ഏത് പണിയും ഇതിനുള്ളിലാണ്. ഈ ഒരു സത്യം അറിഞ്ഞാൽ പിന്നെ നടക്കുമ്പോഴും നടക്കുന്നില്ലെന്ന് ബോധ്യാവും, ഇരിക്കുമ്പോഴും ഇരിക്കുന്നില്ലെന്ന് ബോധ്യാവും. ഭ്രാന്ത് പറയുന്നുവെന്ന് തോന്നുന്നില്ലേ? ഈ ഭ്രാന്ത് ഇത്തിരി ഉണ്ടെങ്കിലേ ഇത് മനസ്സിലാവും. അങ്ങനെയൊക്കെയുള്ള പദം മാറ്റിവെച്ച് പഠിച്ചിട്ട് അവനവന് മാത്രം അറിയാൻ ആ പദം ഉപയോഗിച്ചാൽ രസമുണ്ടാവും. ഇല്ലെങ്കിൽ ഇത് ഒരുപാട് പറ്റിക്കാൻ ഉപയോഗിക്കും. ദക്ഷിണയുടെ അളവ് കൂടുമെന്നല്ലാതെ അനുഭവം ഉണ്ടാവില്ല. മറ്റത് വളരെ ലളിതമനോഹരമായ പദത്തിൽ ഈ പദമൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഒരിച്ചിരി കിറുക്കുവാണ്. മനസ്സിലായില്ല? മുഴുവനുമായ പിന്നെ നമ്മൾ ഇരിക്കില്ല, കിടക്കില്ല. അതുകൊണ്ട് ഒരു ഇച്ചിരി കിറുക്കാണ് നല്ലത്. ഒരു മരുന്നും വേണ്ട. ഈ കിറുക്കിന് മരുന്ന് കിറുക്ക് തന്നെയാണ്. അതുകൊണ്ട് ഒരല്പം കിറുക്കുണ്ടെങ്കിലേ ഇരുന്ന് കേൾക്കാവും. ഇല്ലെങ്കിൽ നിങ്ങളാകെ വിഷമിക്കും എൻ്റെ ക്ലാസ് കേട്ട്. ഒരല്പം കിറുക്കുണ്ടെങ്കിലോ, വട്ടന്മാരുടെ ഒരു സമ്മേളനം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ലോകം മുഴുവനും വട്ട് വരുന്നത് ശരിയല്ല. ലോകം നോർമലായി പോണം. വട്ട് കുറച്ചു പേർക്കേ ആകാവും. എല്ലാവരും വട്ട് പിടിച്ചാൽ പിന്നെ ഈ പ്രപഞ്ചത്തിനൊരു രസമില്ല. വട്ടന്മാരെ കണ്ട് പ്രാപഞ്ചികന്മാർക്ക് ആസ്വദിക്കാനും പ്രാപഞ്ചികന്മാരെ കണ്ട് വട്ടന്മാരെ ആസ്വദിക്കില്ല. അതിന് കാരണം തിരിച്ചാണ്. അതുകൊണ്ട് ഒരല്പം കിറുക്കുണ്ടെങ്കിൽ ഇത് എളുപ്പമാണ്. കിറുക്കില്ലെങ്കിൽ ഇരുന്ന് കേൾക്കാതിരിക്കുകയാണ് ഭാവിക്ക് നല്ലത്. അതുകൊണ്ട് കാലപരിച്ഛിന്നം, ദേശപരിച്ഛിന്നം, വസ്തുപരിച്ഛിന്നം, അപരിച്ഛിന്ന സച്ചിദാനന്ദമായ ബോധം കാലപരിച്ഛിന്നവും ദേശപരിച്ഛിന്നവും വസ്തുപരിച്ഛിന്നവുമായാണ് പരിമിതപ്പെട്ടത്. അതെ, പക്ഷെ പരിമിതപ്പെട്ടതുകൊണ്ടാണ് അതല്ല എന്ന ബോധം വന്ന് വിശേഷബോധം നിലനിൽക്കുന്നത്. അതെ, വിശേഷബോധമാണത്. ബോധത്തെ വിശേഷിപ്പിച്ച് നിർത്തുകയാണ്. അവിടെയാണ് വർണ്ണം, ജാതി, വർഗം,
സ്വഭാവം ഇവയൊക്കെ ഉണ്ടാകും. ഇല്ലെങ്കിലില്ല. അതെ, ഈ പരിമിതികളൊക്കെ ഉണ്ടാവും. ആ പരിമിതികളെല്ലാം ഉല്ലംഘിക്കുന്നത് അതിനപ്പുറമാണ്. അപ്പൊ ഇതിനെ സ്വർഗത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും ഓടിച്ചു. മുൻപത് സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി എന്ന പഠിക്കാൻ പോകുന്ന ശ്ലോകമനുസരിച്ച്, ഈശാവാസ്യത്തിലെ തന്നെ, ഈശാവാസ്യത്തിൽ നമ്മൾ പഠിക്കുന്നത് അനുസരിച്ച് സർവഭൂതസ്ഥമായിരുന്നു. അത് ആനന്ദവുമായിരുന്നു. സർവഭൂതസ്ഥമായ ആ ബോധം വിശേഷവിധിയായി, ആ വിധിയായി ഇവിടെ പറഞ്ഞു. എന്നാൽ ഇതിന് പൃഥ്വിയിൽ എല്ലായിടത്തും കഴിയാൻ ഇടം നൽകിയില്ല. എന്നാ പൃഥ്വിയിലെങ്കിലും നിറഞ്ഞതിപ്പുണ്ടോ? ഇല്ല. ഈ ബോധം പൃഥ്വിയിൽ സർവത്ര ഇല്ല. കേവലം ഒരു ദേശത്തിൽ, അമേരിക്കയില്, ഇംഗ്ലണ്ടില്, ഭാരതത്തില്, ഇവിടെ എവിടെയെങ്കിലുമാണ് ഇതങ്ങ് ഒതുങ്ങിയത്. അതിലും മുഴുവനില്ല. അതിനകത്തും ഒതുങ്ങി. ഞാൻ മലയാളി, ഞാൻ തമിഴൻ എന്നതിലൊക്കെ ഒതുങ്ങി. അതിലും ഒതുങ്ങി. ഒരു വീട്ടിലെ അംഗമായി. അതിലും ഒതുങ്ങി. തൻ്റെ ശരീര, തൻ്റെ സങ്കല്പ പരിമിതിക്കുള്ളിൽ തൻ്റെ ഇഷ്ടക്കാരെയെല്ലാം ചേർത്ത് വെച്ചുള്ളൊരു ബോധത്തിനുള്ളിൽ അതില് ഒതുങ്ങി നിന്ന് താനും തൻ്റെ കൂട്ടരും എന്ന് വിചാരിക്കുമ്പോൾ അല്പം തെറ്റിയാൽ അതിലും ഒതുങ്ങി എന്നിൽ. ഇതാണ് ഈ പരിമിതി. ഇത് രസകരമാണ് പഠിക്കാൻ. ഈ പരിമിതിയിൽ ഓരോന്ന് തിരിച്ചു പോകുന്നതിനുള്ള വഴിയാണ് മോഹങ്ങളുള്ളവന് ഗാർഹസ്ഥ്യം, അല്ലാത്തവന് സന്യാസം. ഒറ്റയടിക്ക് ലോകത്തോളം വികസിക്കാമെങ്കിൽ സന്യാസം. ഒറ്റയടിക്ക് വികസിക്കാൻ പറ്റില്ലെങ്കിൽ സന്താനം. സന്താനത്തിലൂടെ വികസിക്കുക. എൻ്റെ കുഞ്ഞ് അതങ്ങ് ഓടുമ്പോൾ ഞാൻ ഓടുന്നു, അത് പഠിക്കുമ്പോൾ ഞാൻ പഠിക്കുന്നു, അത് ജോലിക്ക് വികസിക്കുമ്പോൾ ഞാൻ വികസിക്കുന്നു എന്ന് അനുഭവം വരുന്നത് വ്യാപനേ കരണേച്ച. സന്താനമെന്ന് പറഞ്ഞാൽ വ്യാപിപ്പിക്കുന്നത്. ആരെ വ്യാപിപ്പിക്കുന്നു? തന്നെ വ്യാപിപ്പിക്കുന്നു. എന്തിലേക്ക് വ്യാപിപ്പിക്കുന്നു? തൻ്റെ പൂർവകാലീന സ്വപ്നങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു. നിങ്ങൾ പഠിച്ച പോലല്ല കളി. നിങ്ങൾ പഠിച്ചത് ഒരു മൃഗതൃഷ്ണയ്ക്കാ കല്യാണം കഴിച്ചേ. ഒരു മൃഗതൃഷ്ണയ്ക്കുള്ള ബന്ധമാണ്. ഒരു മൃഗതൃഷ്ണയുടെ ഭാഗമാണ് സന്താനം. ഇതല്ല കാഴ്ചപ്പാട്. നിങ്ങൾ വികസിക്കുകയാണ് അവനിലൂടെ. വികസിക്കുമ്പോൾ മാത്രമാണ് മോക്ഷത്തിലെത്തുന്നത്. പരിമിതമായ നരകത്തിൽ നിന്ന് സന്താനം പിതാവിനെ മോക്ഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. പുരുഷൻ എന്ന പരിമിതമായ നരകത്തിൽ നിന്ന്, പുന്നാമമെന്ന നരകത്തിൽ നിന്ന്, പുത്തെന്ന് പ്രസിദ്ധമായ നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള ശബ്ദം ശതപത്ര സമുദ്ഭവൻ വിധിച്ചു. വികസിക്കാൻ ആഗ്രഹിക്കുന്നവന് പുത്രനുണ്ടായാൽ മാത്രമേ വികസിക്കാൻ പറ്റൂ. തീർച്ചയായും. ഇല്ലെങ്കിൽ ഇവൻ വികസിക്കുകയുമില്ല, മറ്റതിലൊട്ടി ചെല്ലാനും പറ്റില്ല.
ഇതെല്ലാം ചേർത്ത് വെച്ചാൽ സമഗ്രമായിട്ടാണ് പോകുന്നത്. ഒരാളെ പോലും മാറ്റി നിർത്തി ഈ മന്ത്രത്തിന് അർത്ഥം പറയേണ്ടതില്ല. മുഴുവൻ സമഗ്രമായി. അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നെടുത്ത് അപഗ്രഥിക്കുന്നത്. ശ്രൗതം, സ്മാർത്ഥം, ആചാരപരം, അത്രയും വേണമെന്നായിരുന്നു ഞാൻ ആദ്യം ചോദിച്ചത്. വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. പക്ഷെ ആദ്യം മുതലുള്ളവരെല്ലാവരും ഉണ്ടോയെന്നറിയില്ല. എന്നാലും പ്രയോജനപ്പെടുമെന്ന് കരുതാം. അപ്പം അതുകൊണ്ട് ഈ പരിമിതി വന്ന് ഏറ്റവും പരിമിതമായ ശരീരത്തിൽ മുഴുവൻ സ്ഥലത്തും കഴിയാൻ ഇടമില്ല. പന്മനയിരിക്കുന്നവൻ തിരുവനന്തപുരത്തില്ല, തിരുവനന്തപുരത്തുള്ളവൻ കോട്ടയത്തില്ല. ഇത്രയും പരിമിതപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ ബോധം ഈ അതിർത്തികളിൽ സാൽമ്യം വന്നതുകൊണ്ടാണ് ബോധത്തിന് പുറത്തു കിടക്കാൻ പറ്റാത്തത്. ഈ പരിമിതിയെ ഉപാസിക്കാതിരുന്നാൽ ശരീരത്തിലാണെങ്കിലും അവൻ ശരീരത്തിലല്ല. അതാണ് ഉപാസനാകാണ്ഡത്തിലെ ദേവതാവിജ്ഞാനത്തിലെ ഏറ്റവും രഹസ്യമായ വിദ്യകളിലൊന്ന്. കാലത്തെ, ദേശത്തെ, വസ്തുവിനെ ഈ ബോധത്തിന് തന്നെ ഉപാസനയിലൂടെ അതിക്രമിക്കാം. നിരന്തരമായ കാലത്തിൽ, നിരന്തരമായ ദേശത്തിൽ, നിരന്തരമായ വസ്തുവിൽ പരിമിതപ്പെടുത്തുവാനുള്ള അനുശീലനവും അതിൻ്റെ അനുഭവവും അതിലുള്ള താതാത്മ്യവും അതിലുള്ള രസവും നഷ്ടപ്പെടണം. അത് നഷ്ടപ്പെടാതെ മറ്റത് അനുഭവിക്കാനാണ് ആളുകൾ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് കിട്ടാത്തത്. മനസ്സിലാവുമെന്നറിയില്ല. ബോധത്തിന്റെ ഈ പ്രക്രിയയാണ് ഭാരതീയർ അന്വേഷിച്ചു പോയതിൽ മുഖ്യം. അവിടെ വരുന്ന ഒരു അനുഭവമാണ് ഈശാവാസ്യം. എന്റെ ദേഹത്തിൽ പരിമിതനായി, എന്റെ വാസനകളിൽ പരിമിതനായി, എന്റെ സ്ഥൂല ശരീരത്തിൽ, സൂക്ഷ്മ ശരീരത്തിൽ, കാരണ ശരീരത്തിൽ പരിമിതനായി, എന്റെ കുടുംബത്തിൽ, എന്റെ രാഷ്ട്രത്തിലൊക്കെ പരിമിതനായി, പരിമിതികളിൽ വർത്തിക്കുന്ന എന്റെ ബോധം ആ അനുശീലനം വിട്ട് പരിമിതികളെ വെടിഞ്ഞ് സർവവ്യാപകമായ ഏക സത്യത്തിൽ വിലയം പ്രാപിച്ചു നിൽക്കുമ്പോൾ വിശേഷങ്ങളറ്റ് സാമാന്യത്തിൽ നിലകൊള്ളുന്ന എനിക്ക് വിശേഷവിധികളായ സുഖദുഃഖങ്ങളൊന്നുമില്ല. ഇതാണ് ആ അനുഭവം. നിത്യവും നിരന്തരവുമായി ഉപാസിക്കേണ്ടത് അതിനെയാണ്. അങ്ങനൊന്ന് അറിഞ്ഞാൽ, അങ്ങനൊന്ന് കേട്ടാൽ ചിലർക്കുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് വിടാൻ ആഗ്രഹമുണ്ടെന്നാണ്. തയ്യാറാണെന്നല്ല, ആഗ്രഹമുണ്ട്. ഈ പരിമിതിയൊക്കെ വിട്ടൊരനുഭവത്തിന് ആഗ്രഹമുണ്ട്. ആ പാരമ്പര്യത്തെ അംഗീകരിക്കുന്നുണ്ട്.
പരിമിതി ഒന്നും വിടാൻ ആഗ്രഹമില്ലെങ്കിൽ ഇത് കേൾക്കാനാവില്ല. കേൾക്കുമ്പോൾ ദേഷ്യം വരും. അതാണ് ഇതിൻ്റെ അധികാരം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ശരീരത്തോടുള്ള മമത പോലെ ഗുരുവെന്നോ സ്വാമിയെന്നോ നമ്മുടെ പാരമ്പര്യമെന്നോ നമ്മുടെ ജാതിയെന്നോ മതമെന്നോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന വേറെ ചില കാര്യം പറഞ്ഞവനെന്നോ അല്ലെങ്കിൽ കൂടെ നിന്നാൽ കട്ടൻ കാപ്പി തയ്യാറാകുമെന്നോ ഒക്കെ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുന്നു പോവും. മനസ്സിലായില്ല? ആ ഇരിപ്പ് പ്രയോജനമില്ല. പരിപാടിക്കിടയിൽ പ്രസാദ വിതരണം ഉണ്ടെങ്കിലും ഇരുന്നു പോകും. അങ്ങനെ ഒന്നും ഇരുന്നിട്ട് കാര്യമില്ല. ഈ പരിമിതികളെ ഉല്ലംഘിക്കാൻ ഇഷ്ടം വരുമ്പോൾ ലോകത്തെവിടെ നിന്ന് കേൾക്കുന്ന ശബ്ദങ്ങളിലും വിശേഷം വെടിഞ്ഞ് സാമാന്യത്തിലേക്കുള്ള പോക്കുണ്ടോന്നാണ് നോക്കുന്നത്. ഏത് വ്യക്തി എപ്പോഴെല്ലാം വിശേഷവിധിയായ കാലദേശ വസ്തു പരിച്ഛിന്നങ്ങളും കാലദേശ വസ്തു കൃതങ്ങളുമായിരിക്കുന്നവയെ ഉല്ലംഘിക്കുന്ന ശബ്ദങ്ങളിൽ ആകൃഷ്ടനാകുന്നുവോ അവൻ സത്യസാക്ഷാത്കാരത്തിലേക്കുള്ള പാതയിൽ പദമൂന്നാൻ തുടങ്ങിയിട്ടുണ്ട് എന്നത് തീർച്ചയാണ്. അതാണ് ഇതിന്റെ അളവുകോൽ.